ഇല്ലുസ്ട്രേറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് പെൻ ടൂൾ. നമുക്ക് എങ്ങനെയാണ് ആ പെൻ ടൂൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ടൂൾ ബാറിൽ നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യാം. പി ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഞാൻ ജസ്റ്റ് ഈ ആർട്ട് ബോർഡിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു ലൈന് എങ്ങനെ മൂവ് ആവുന്നത്. അപ്പം ഇത് അടുത്ത പോയിന്റ് എങ്ങോട്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അടുത്ത പോയിന്റ് എനിക്ക് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെങ്കിൽ, ഇവിടെയാണ് വരേണ്ടതെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഒരു പോയിന്റ് കൂടെ വരച്ചു. അപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ ഫില്ല് വരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഫോർഗ്രൗണ്ട് കളർ ബ്ലൂ ആയതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു കളർ ഫില്ലായി വരുന്നത്. ഓക്കെ, ഞാനത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടെ എൻഡ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഫില്ല് കളർ ഫൈനലി ഔട്ട്പുട്ട് വരൂ. ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഒരു ഷേപ്പ് കൂടി വരയ്ക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റ് വരച്ചു, ഇവിടെ വരച്ചു, ക്ലിക്ക് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് എനിക്ക് ഈ 3 സൈഡ് മതി, 4ാമത്തെ സൈഡ് വേണ്ട എന്നുള്ളത്. 3 സൈഡായിട്ടേ ഉള്ളൂ, 4ാമത്തെ സൈഡ് വേണ്ട എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൻ ടൂള് എൻഡ് ആയി. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതിൽ 3 സൈഡിനാണ് സ്ട്രോക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ, 4ാമത്തെ ഒരു സൈഡ് ഞാൻ വരച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ സ്ട്രോക്ക് വരാത്തത്. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കളർ ഗ്രേഡിയന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു സൈഡ് ഇല്ലെങ്കിൽ ഇഷ്യൂ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് വലിയ ഇഷ്യൂ ഒന്നും കാണില്ല. നമ്മൾ ഗ്രേഡിയന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് അതൊരു ഇഷ്യൂ ആയിട്ട് കാണുക. അപ്പം എപ്പോഴും നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പെൻ ടൂള് എടുത്തു, ക്ലിക്ക് ചെയ്തു, ഒരു സൈഡ് വരച്ചു, 2 സൈഡ് വരച്ചു, 3ാമത്തെ സൈഡ്, 4 സൈഡ് വരച്ചു. ഓക്കെ, എനിക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണം. എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫോർഗ്രൗണ്ടും സ്ട്രോക്കും ചേഞ്ച് ചെയ്യുന്നുള്ളത്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതേപോലെ സ്ട്രോക്കും നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. സ്ട്രോക്കിന്റെ വിഡ്ത്ത് നമുക്ക് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് പെൻ ടൂൾ വെച്ചിട്ട് ബേസിക് ഷേപ്പ് വരയ്ക്കുക. ഇത് നമുക്ക് പെൻ ടൂൾ വെച്ചിട്ട് എങ്ങനെ ഈ ഒരു ഡോട്ടഡ് ലൈനിൽ കൂടെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, വരയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ഇമേജ് അത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+2 ആണ്. ഇപ്പൊ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ Alt+Ctrl+2 അടിച്ചാൽ മതി. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യാണ്. Ctrl+2 ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിനു ശേഷം പെൻ ടൂൾ എടുത്തു. ഈ ഒരു ഡോട്ട് ലൈൻ കൂടെ തന്നെ വരയ്ക്കാം. ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ജസ്റ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ബെൻഡ് ഒന്നും വരുന്നില്ല. അപ്പൊ ആ ബെൻഡ് എങ്ങനെ വരുത്താനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ Ctrl+Z അടിച്ചു, ബാക്ക് അടിച്ചു. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഞാൻ ഇതിന്റെ ഒരു സെന്റർ, ഏകദേശം സെന്ററിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് വിടരുത്. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത്, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിൽ ബെൻഡ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ലൈൻ, ഡോട്ട് ലൈനിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ അത് ബെൻഡായി വരുന്നത് കാണാം. ഞാനിങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇത് അടുപ്പിച്ച് ഇത് വരുന്ന സമയത്തൊക്കെ അതിന്റെ ഷേപ്പ് മാറുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡോട്ട് ലൈനിന് അനുപാതമായിട്ട് വരുന്ന രീതിയിൽ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ക്ലിക്ക് ഒഴിവാക്കി. ഇനി അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ താഴേക്കാണ് ബെൻഡ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇനി മുകളിലേക്ക് പോകണം. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിലേക്ക് മൗസ് മൂവ് ചെയ്യും.
ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു കളർ ഫില്ലായതുകൊണ്ട് എനിക്ക് ഈ ലൈന് കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഇതിപ്പോ ഫില്ലിലാണ് ഈ കളർ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, അത് സ്ട്രോക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ മാറും. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ലൈനിന്റെ മുകളിൽ കൂടെ തന്നെ സ്ട്രോക്ക് വന്നു. നേരത്തെ അത് ഫില്ലായത് കൊണ്ടാണ് അതിങ്ങനെ കവറായി പോയത്. അപ്പം അടുത്ത ലൈന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചു. ഇനി അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് വിടാതെ ആ ലൈനിന് ആനുപാതികമായിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ അത് കറക്റ്റ് അലൈൻമെന്റ് വരുന്ന സമയത്ത് ക്ലിക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി ഞാനിത് വരച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് സൂം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു ആർട്ട് ബോർഡ് സൂം ചെയ്യണം. അപ്പം ഈ ഒരു ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ, എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഈ പെൻ ടൂള് സെലക്ഷൻ ഒഴിവാകും. അത് ഇല്ലാതെ നിൽക്കാൻ എന്ത് ചെയ്യാം, കൺട്രോള് പ്രസ് ചെയ്തിട്ട് മൗസിന്റെ സ്ക്രോള് മൂവ് ചെയ്യിക്കാം. അപ്പോൾ നമുക്കിത് സൂമായി വരുന്നതാണ്. ഓക്കെ, ഞാനിനി അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ബെൻഡ് വന്നു. ആ ബെൻഡ് ഒഴിവാക്കാൻ എന്താ ചെയ്യുക, എന്തുകൊണ്ടാണ് ആ ബെൻഡ് വന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബെൻഡ് വന്നത്. അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു. ഓക്കെ, ഈ ലൈന് ഇതിപ്പോ നേരെയാണ്, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത് ഇത്. അപ്പൊ അതുകൊണ്ടാണ് ആ ബെൻഡ് വന്നത്. അപ്പം എനിക്ക് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഇല്ലേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈന്, ഈ ഒരു അടുത്ത പൊസിഷനിലേക്ക് കാണിക്കുന്ന ഒരു പോയിന്റ് ആണത്. അപ്പം ആ ലൈന് നമുക്ക് റിമൂവ് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്യാം, നമ്മൾ ലാസ്റ്റത്തെ ആ പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം കണ്ടില്ലേ, ഇനി നമുക്ക് ഈസി ആയിട്ട് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്തു. ഇനി എനിക്ക് ഈ ലൈന്, ഇതിപ്പം ജസ്റ്റ് സ്ട്രോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പെൻ ടൂൾ കൊണ്ട് വരച്ചത്. അതുകൊണ്ട് എനിക്കിത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ മതി. ആ ഒരു പെൻ ടൂളിന്റെ സെലക്ഷൻ പോയി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇത് ജസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ടൂൾ എടുത്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ചില സ്ഥലങ്ങളിൽ ആ ഒരു ബെൻഡ് കറക്റ്റ് ആയിട്ടില്ല. ആ ലൈൻ കൂടെ തന്നെയല്ല ഞാൻ വരച്ചത് പോയത്. അപ്പൊ നമുക്ക് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഡയറക്ട് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ആങ്കർ പോയിന്റ്, ഇതാണ് ആങ്കർ പോയിന്റ്. നമ്മൾ പെൻ ടൂൾ എവിടെയൊക്കെ ആണോ നമ്മൾ ക്ലിക്ക് ചെയ്തത് അതൊക്കെ ആങ്കർ പോയിന്റ് മാറിയിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡിൽ കാണാം. അപ്പൊ ആ ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് സെയിം ലൈൻ പോലെ തന്നെ വരച്ചു കൊണ്ടുവരാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹാൻഡിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റ സൈഡ് മാത്രം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഓൾട്ട് പ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്താൽ എന്ത് സംഭവിക്കുക, രണ്ട് സൈഡും ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. കണ്ടില്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെയൊക്കെ ഏകദേശം കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഇത് കുറച്ചും കൊണ്ടാക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാം. ഓക്കെ, എനിക്ക് ഈ ഒരു ആങ്കർ പോയിന്റിലെ ഹാൻഡിലാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇത് രണ്ടും അറ്റ് എ ടൈം മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. കൺട്രോൾ സെറ്റ് അടിച്ചു. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യിച്ചു, ബെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഈ ലൈനിന്റെ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മൂവ് ടൂൾ എടുത്തു, സെലക്ട് ചെയ്തു. ഇവിടുന്ന് നമുക്ക് ഉണ്ടല്ലേ, ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നതാണ് ഇത് ഈ ഒരു എഡ്ജിൽ എൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലുള്ള ഡയറക്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ,
ഇനി പെൻ ടൂൾ തന്നെ ആഡ്, മൈനസ് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. ആഡ് ആങ്കർ പോയിന്റും ഡിലീറ്റ് ആങ്കർ പോയിന്റും എന്താണെന്ന് നോക്കാം. ഞാൻ ആഡ് എടുത്തു. ആഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ആയി. ഇനി നമുക്ക് ഡയറക്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എ എടുത്ത് ഇങ്ങനെ കണ്ടോ, ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത ആ ഒരു ആങ്കർ പോയിന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെയാണ് ആഡ് ചെയ്യണ്ടെങ്കിലോ ഇങ്ങനെ ആഡ് ചെയ്യാം, ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇതിനിടയ്ക്ക് 2 ആങ്കർ പോയിന്റേ ഉള്ളൂ. മൂന്നാമത്തെ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. മൈനസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട് മൈനസ് ആണ്, സെലക്ട് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ എനിക്ക് മൈനസ് ചെയ്യാം. ഇതാണ് പെൻ ടൂളിന്റെ ബേസിക്. നമ്മൾ ഈ ഒരു പെൻ ടൂള് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് ഓരോ ഷേപ്പിന്റെ മുകളിൽ കൂടെയും വരച്ച് അത് നമുക്ക് പക്ക റെഡി ആവണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷേപ്പിലേക്ക് കിട്ടൂ. ഇതാണ് പെൻ ടൂളിന്റെ ബേസിക്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.